മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സഹായം ചോദിക്കുന്നത് യാചനയല്ല, അവകാശമാണെന്നും മുഖ്യമന്ത്രി. ശബരിമലയിലെ സ്ത്രീ പ്രവേശത്തിൽ അഭിപ്രായ വോട്ടെടുപ്പിന് തയ്യാറെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ആദിവാസി പദ്ധതികളുടെ നടത്തിപ്പിൽ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി എ കെ ബാലന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പ് യോഗത്തിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശം. തോൽവിയുടെ ഉത്തരവാദികൾ തീരുമാനമെടുത്ത കൂട്ടായ നേതൃത്വത്തിൽ തലമുറ മാറ്റം വേണം. മദ്യനയം പാളിയെന്നും വിമർശം. വിവാദ സന്യാസി സന്തോഷ് മാധവൻ ഉൾപ്പെട്ട പുത്തൻവേലിക്കര ഭൂമി ഇടപാടിൽ PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും പ്രതികളാകും. മുൻ മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി. ഇരുവരെയും കുറ്റവിമുക്തരാക്കിയ ത്വരിത പരിശോധനാ റിപ്പോർട്ട് കോടതി തള്ളി. നിയമവിരുദ്ധമായ ഒന്നും ചെയ്തിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നേതൃത്വത്തിനും രൂക്ഷ വിമർശം. സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് നേരെയും വിമർശമുണ്ടായി. നേതൃതലത്തിൽ തലമുറ മാറ്റം വേണമെന്ന് VD സതീശനും സുധീരൻ മാറണമെന്ന് MM ഹസനും യോഗത്തിൽ ആവശ്യപ്പെട്ടു. അഴിമതി ആരോപണങ്ങൾ, അവസാനകാലത്തെ വിവാദ തീരുമാനങ്ങൾ, BJPയോടുള്ള സമീപനം, മദ്യനയം, സംഘടനാ പാളിച്ച തുടങ്ങിയ കാര്യങ്ങൾ പരാജയത്തിന് ഇടയാക്കിയെന്നും യോഗം വിലയിരുത്തി. ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കമില്ലാതെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട VD സതീശൻ ആരോപിച്ചു. അവസാനകാലത്തെ വിവാദ തീരുമാനങ്ങൾ തോൽവിക്ക് പ്രധാന കാരണമായി. മദ്യനയം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി? സ്ത്രീകളുടെ വോട്ടെങ്കിലും ലഭിച്ചോ? തീരുമാനമെടുത്ത കൂട്ടായ നേതൃത്വം തന്നെയാണ് തോൽവിയുടെ ഉത്തരവാദി എന്ന് പറഞ്ഞ VD സതീശൻ കോൺഗ്രസിൽ തലമുറ മാറ്റം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു സതീശന്റെ വിമർശം. ഉമ്മൻചാണ്ടി മാത്രമല്ല, സുധീരനും തോൽവിക്ക് ഉത്തരവാദിയിലെന്ന് പറഞ്ഞ ഹസൻ പാർട്ടിയിൽ അടിമുടി മാറ്റമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും MM ഹസൻ പറഞ്ഞു. സോളാർ വിവാദം മുതലുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ എടുത്തു പറഞ്ഞ KPCC ന്യൂനപക്ഷ സെൽ അധ്യക്ഷൻ KK കൊച്ചു മുഹമ്മദാണ് കേന്ദ്ര നേതൃത്വത്തിനെയും വിമർശിച്ചത്. ഡൽഹിയിൽ പശുവിറച്ചി വിവാദം ഉണ്ടായപ്പോൾ ഒരു സമരത്തിന് പോലും നേതൃത്വം നൽകാൻ കഴിയാത്തവർ ഇവിടെ വന്ന് ചില പ്രസ്താവന ഇറക്കിയാൽ ന്യൂനപക്ഷ വോട്ട് എങ്ങനെ കിട്ടും? AK ആന്റണി മുതൽ റോജി M ജോൺ വരെയുള്ള നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞ കൊച്ചു മുഹമ്മദ് ഇത് ക്രിസ്ത്യാനി കോൺഗ്രസ് ആണോ എന്നും ചോദിച്ചു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ കഴിയാത്തതും തിരിച്ചടിക്ക് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനെതിരെ AK ആന്റണി മൗനം വെടിയണമെന്നും കൊച്ചു മുഹമ്മദ് ആവശ്യപ്പെട്ടു. ത്രിമൂർത്തികൾ എന്ന് വിളിച്ച് കോൺഗ്രസ് നേതൃത്വത്തിനെ ഒരു നേതാവ് പരിഹസിക്കുകയും ചെയ്തു. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിനെ കുറിച്ചാണ് ലാലി വിൻസെന്റും ലതിക സുഭാഷും സംസാരിച്ചത്. നാളെയാണ് നേതാക്കളുടെ മറുപടിയും ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള രൂപരേഖയുടെ അവതരണവും നടക്കുക. കഴിഞ്ഞ സർക്കാരിന്റെ നയങ്ങൾക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശമാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. കോൺഗ്രസിലെ വരും ദിവസത്തിലെ ചർച്ചകളെ ഇത് നിർണായകമായി സ്വാധീനിക്കുമെന്ന് ഉറപ്പ്. ക്യാമറ പേഴ്സൺ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. കോൺഗ്രസിനെ ഇനി ഉയർത്തെഴുന്നേൽക്കാൻ തലമുറ മാറ്റം അനിവാര്യമോ? ഈ വിഷയത്തിൽ എന്നോടൊപ്പം ചർച്ചയ്ക്കായി ഉള്ളത് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്, JDU വൈസ് പ്രസിഡന്റ് V സുരേന്ദ്രൻ പിള്ള എന്നിവർക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A ജയശങ്കർ കൊച്ചിയിൽ, മാധ്യമപ്രവർത്തകൻ ജോൺ P തോമസ് തിരുവനന്തപുരത്ത്, ഒപ്പം തന്നെ മുൻ കോൺഗ്രസ് നേതാവ് ശ്രീമതി ശോഭന ജോർജ് ടെലിഫോൺ ലൈനിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. DCC ജനറൽ സെക്രട്ടറി ശ്രീ നിജേഷ് അരവിന്ദ്, വലിയ തകർച്ച ഉണ്ടാകുമ്പോൾ ചരിത്രം പരിശോധിച്ചാൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നേതൃത്വത്തിന് നേരെയുള്ള ഈ വിമർശനവും ആക്രോശവും എല്ലാം. അങ്ങനെയുള്ള ഒരു പതിവ് എക്സസൈസ് എന്നതിനപ്പുറത്ത് എന്ത് കാതലായ മാറ്റമാണ് ഇന്ന് KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വിമർശനങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? ഇതിനൊരു വിമർശനം എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. സമഗ്രമായ ഒരു ചർച്ച കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബോഡിയിൽ നടക്കുന്നു. സ്വാഭാവികമായും നാളത്തെ ചർച്ച കഴിഞ്ഞാൽ ഒരു പുതിയ തീരുമാനങ്ങൾ പാർട്ടി നാളെ എങ്ങനെ പോകണമെന്നതിനെപ്പറ്റി ഒരു നല്ല തീരുമാനം വരും എന്നാണ് ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെയും എന്നെപ്പോലെയുള്ള ആളുകളുടെയും പ്രതീക്ഷ. ശ്രീ നിജേഷ്, വിമർശനമല്ല എന്ന് താങ്കൾ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിക്കും നേതൃത്വത്തിനുമാണെന്നാണ് VD സതീശൻ്റെ ആരോപണം. ഇവിടെ ഒരു തലമുറ മാറ്റം ആവശ്യമാണ് എന്ന് പറയുന്നു. നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്നും നേതൃത്വത്തിലുള്ള എല്ലാവരും അഴിമതിക്കാരാണെന്നും VD സതീശൻ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ച KPCC അധ്യക്ഷൻ VM സുധീരന്റെ തീരുമാനങ്ങൾ പാളിപ്പോയി എന്ന്
ഉപാധ്യക്ഷനായ MM ഹസൻ കുറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം ഈ നേതൃത്വത്തിന് ഈ പാർട്ടിയെ ഈ പുതിയ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വിമർശനമല്ലേ? സ്വാഭാവികമായിട്ടും വിമർശനം ഞാൻ പറഞ്ഞത് അതിൻ്റെ പോസിറ്റീവായ ഒരു ആംഗിളിലാണ്. അതൊരു ചർച്ചയാണ്. നേതൃത്വത്തിന് പാളിച്ചകൾ വന്നു എന്ന് പാർട്ടിയുടെ ഒരു കമ്മിറ്റിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും ഒരു പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്, കർത്തവ്യമാണ്. അത് ആരും വിമർശനത്തിന് അതീതമല്ല. അത് കോൺഗ്രസിന്റെ ജനാധിപത്യമാണ്. കോൺഗ്രസ് അതിനുവേണ്ടി യോഗം വിളിച്ചു. ശ്രീ VM സുധീരൻ, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ രമേശ് അടക്കമുള്ള നേതൃത്വത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരവും അവകാശവുമുള്ള ആളുകളാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്തത്. ആ തീരുമാനങ്ങളെ കൃത്യമായും പോസിറ്റീവായിട്ടും നേതൃത്വം ഉൾക്കൊണ്ട് നാളെ ഏതെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തി മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഈ ക്യാമ്പ് എക്സിക്യൂട്ടീവ് തരുന്നത്. ശ്രീ V സുരേന്ദ്രൻപിള്ള, UDF ക്യാമ്പിനകത്ത് വലിയ ആലോചനകളും കൂട്ടായുള്ള ചർച്ചകളും നടക്കുകയാണ് ഈ പരാജയത്തിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന കാര്യത്തിൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ അവർ ചെന്നെത്തി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നേതൃത്വത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ. അതിൽ പല കാര്യങ്ങളിലും എടുത്തിട്ടുള്ള നിർണായകമായ തീരുമാനങ്ങളും നിലപാടുകളും ഈ തിരിച്ചടിക്ക് കാരണമായി എന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ അവസാന ഘട്ടത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള വിവാദ തീരുമാനങ്ങൾ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി BJPയെ വളരാൻ അനുവദിക്കുന്ന തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നതുവരെ എത്തി നിൽക്കുന്ന വിമർശനങ്ങൾ. ഇതിൽ ഏതെല്ലാം കാര്യങ്ങളിൽ താങ്കൾക്ക് യോജിപ്പുണ്ട്? അല്ല, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭാഗികമായിട്ട് ശരി തന്നെയാണല്ലോ. കാരണം ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ ആക്ഷേപങ്ങൾ ഇതുതന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെയെല്ലാം UDF അല്ലെങ്കിൽ പ്രധാന കക്ഷി എന്നുള്ളതിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന വൈകല്യമോ അതല്ലെങ്കിൽ പ്രവർത്തനത്തിലുണ്ടായ മികവില്ലായ്മ അതെല്ലാമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് കാരണമായത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിനെല്ലാം ഉത്തരവാദി ആരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ്. ഒരാളാണോ, അത് കൂട്ടായ നേതൃത്വമാണോ, അതേ നേതൃത്വത്തിന് അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഇത്തരം കാര്യങ്ങളെല്ലാം വിമർശനാത്മകമായ ഒരു സമീപനം കോൺഗ്രസ് പാർട്ടി എടുക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം എവിടെയെങ്കിലും ചർച്ച ചെയ്യണമല്ലോ. എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ ആ കുറവുകൾ ചർച്ച ചെയ്ത് അത് തിരുത്തി മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് കഴിയണം. കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പാരമ്പര്യമെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. പക്ഷേ ഈ ചർച്ച ഇത്രയും തുറന്ന ഒരു സമീപനത്തിൽ അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നുള്ള നിലയിലേക്ക് അത് എടുക്കുകയും മറ്റൊരാളെ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്താനെല്ലാം എളുപ്പമുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തുന്ന ആളുകളും ഓർക്കണം, ഞാൻ എന്താണ് ചെയ്തത്, എൻ്റെ സമയത്ത് അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടുന്ന സമയത്ത് ഞാനത് പറഞ്ഞോ, ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചോ, ഇതെല്ലാം അവരെല്ലാം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ച കോൺഗ്രസിനകത്തുണ്ടായി എന്നത് ജനാധിപത്യത്തിന് നല്ല ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കും. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകണം. കോൺഗ്രസ് പാർട്ടിയിലുള്ള പരമ്പരാഗതമായിട്ട് നമ്മളെല്ലാ നേതൃത്വത്തിനെ എടുത്ത് പരിശോധിച്ചാലും ഈ തെറ്റ് ഉണ്ടായാൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യം ആ പാർട്ടിക്കുണ്ട്. സുരേന്ദ്രൻപിള്ള ഏതൊക്കെ കാര്യങ്ങളിൽ തിരുത്തൽ വേണം? കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ മത്സരിച്ച നേമത്ത് BJPക്ക് ഒരു സീറ്റ് കിട്ടിയതിന് പിന്നിൽ നടക്കുന്ന പ്രചാരണ കഥകൾ താങ്കൾക്കറിയാം. കേരളത്തിൽ നേമത്തെ വിജയത്തിന് പുറമെ 7 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തുണ്ട്. 10ഓളം മണ്ഡലങ്ങളിൽ 30 ലക്ഷത്തിലെ വോട്ടുകൾ സമാഹരിച്ചു. ഇതെല്ലാം UDF കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഒലിച്ചു വന്ന വോട്ടുകളാണ്. താങ്കൾ മത്സരിച്ച മണ്ഡലത്തിൽ പോലും സംഘപരിവാർ വോട്ടുകളല്ല രാജഗോപാലിന് തുണയായത്, അത് കോൺഗ്രസിൽ നിന്ന് വന്ന വോട്ടുകളാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. നേമവും തിരുവനന്തപുരം തമ്മിലുള്ള ഒരു വെച്ചുമാറ്റം, ഒരു വോട്ട് കച്ചവടം ഇതിന് പിന്നിൽ നടന്നു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം എങ്ങനെ തിരുത്തൽ വരുത്തണം? അല്ല, താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്ഷേപമായിട്ട് സമൂഹത്തിൽ ഉയർന്ന
കാര്യങ്ങളാണ്. നിയമവും തിരുവനന്തപുരവുമായിട്ടൊരു വെച്ചുമാറ്റം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നേമത്തെ കോൺഗ്രസിൻ്റെ വോട്ട് ഒഴുകി BJPക്ക് പോയി. ഇത്തരം ഈ കാര്യങ്ങളെല്ലാം ആക്ഷേപമായിട്ട് നമ്മുടെ മുന്നിൽ ഉയർന്ന ഞാൻ തന്നെ KPCC പ്രസിഡന്റിൻ്റെ അടുത്ത് ആക്ഷേപമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പരിശോധിക്കണം. ഇതിപ്പോൾ ഇന്നയാൾ ചെയ്തു ഇന്ന ആളുകൾ ചെയ്തു എന്ന് നമുക്കിപ്പോൾ പ്രഥമ ദൃഷ്ടിയ പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്, പല സംശയങ്ങളുണ്ട് ഈ കാര്യത്തിൽ. അതാണ് വിമർശനാത്മകമായ ഒരു സമീപനം ഈ ചർച്ചയിലെല്ലാം ഉണ്ടാകണം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും എടുക്കണം. ആ വോട്ടുകളെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ വികാരം വിചാരവും അതെല്ലാം കണക്കിലെടുക്കേണ്ടുന്ന മുഖ്യ പാർട്ടി കോൺഗ്രസ്സാണ്. എത്രത്തോളം കണക്കിലെടുത്ത്, ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം കോൺഗ്രസിനെ വിശ്വസിച്ചു, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എങ്ങനെയാണ് പോയത്, അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായം എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ച നടപടികൾ അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ എന്തായിരുന്നു, ആ തീരുമാനങ്ങളെല്ലാം എങ്ങനെ UDFനെ ബാധിച്ചു അല്ലെങ്കിൽ LDFനെ എത്രത്തോളം സഹായിച്ചു, ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ഇതെല്ലാം ഈ വിമർശനാത്മകമായി ചർച്ച ചെയ്യാൻ സഹിഷ്ണുതയോടുകൂടി മനുഷ്യൻ തയ്യാറായാൽ ഇതെല്ലാം തിരുത്തുക. എല്ലാ കാര്യങ്ങളിലും അപകടം പറ്റാത്ത, തെറ്റ് ചെയ്യാത്ത കാര്യങ്ങളില്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് തിരുത്തി തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ നടന്നിട്ടുള്ള KPCCയുടെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് ശബ്ദമുണ്ടായതൊന്ന് VD സതീശനിൽ നിന്നും ഒന്ന് MM ഹസനിൽ നിന്നുമാണ്. അതിൽ VD സതീശൻ പറയുന്നത് ഈ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അഴിമതിക്കാരെ കൊണ്ട് നിറഞ്ഞ നേതൃത്വമാണുള്ളത്, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പാർട്ടിയും നേതൃത്വവും ഉത്തരവാദികളാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു തലമുറ മാറ്റം വേണം എന്നതാണ്. MM ഹസൻ പറയുന്നു VM സുധീരനും തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്ന്. 90കളുടെ തുടക്കത്തിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള യുവജന മുന്നേറ്റം നമ്മൾ തിരുത്തൽവാദം എന്ന് വിശേഷിപ്പിക്കുന്നതിന് സമാനമായൊരു സ്ഥിതി സംസ്ഥാന കോൺഗ്രസിൽ രൂപപ്പെട്ടു വരികയാണോ? VD സതീശൻ്റെ ശബ്ദം അത്തരത്തിലേക്കുള്ള ഒരു സൂചന തരുന്നുണ്ടോ? അല്ല, VD സതീശൻ്റെയും MM ഹസൻ്റെയും വിമർശനം രണ്ട് തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. MM ഹസനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ പരമാവധി കൈപ്പറ്റിയ ഒരാളാണ്. ഇദ്ദേഹം നേതൃത്വം നൽകിയ ജനശ്രീയെക്കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായി, ആക്ഷേപങ്ങളുണ്ടായി. വെറും ആരോപണമൊന്നുമല്ല, വലിയ തോതിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്ന ഒരു സംവിധാനമാണ്. എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുടുംബശ്രീയെ തകർക്കാനുള്ള ശ്രമം പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മന്ത്രി ശ്രീ MK മുനീർ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ മാതൃകാപരമായ സംവിധാനം തകർന്നു പോകാതെ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ MM ഹസനും ഉമ്മൻചാണ്ടിയും കൂടി അതിനെ കശാപ്പിയത് ബിരിയാണി വെച്ച് കഴിച്ചാണ്. അങ്ങനെയുള്ള MM ഹസനാണ് ഇപ്പോൾ VM സുധീരൻ്റെ നേർക്ക് വിരൽ ചൂണ്ടുന്നത്. വലിയ തമാശയെന്നേ പറയാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മദ്യനയത്തെക്കുറിച്ച് വലിയ തർക്കങ്ങളുണ്ടായപ്പോൾ MM ഹസൻ KPCC ഓഫീസിൽ, അതായത് ഇന്ദിരാഭവനിൽ പത്രസമ്മേളനം നടത്തി VM സുധീരനെ കുറ്റപ്പെടുത്തിയ ആളാണ്. അങ്ങനെയുള്ള MM ഹസൻ ഇപ്പോൾ തിരുത്തൽവാദിയായിട്ട് വന്നിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം സീറ്റ് ഹസൻ ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ചടയമംഗലം സീറ്റ് അവിടെ ചിത്രം അത് മത്സരിച്ചെങ്കിൽ ഒരു 5000 വോട്ടിനെ തോക്കുമായിരുന്നുള്ളൂ. MM ഹസൻ മസിൽ പിടിച്ച് ഗുസ്തി പിടിച്ച് ആ സീറ്റ് മേടിച്ച് മത്സരിച്ചു. 21,000-ൽ പരം വോട്ടിനാണ്, 22,000-ന് അടുത്ത് വോട്ടുകൾക്കാണ് അദ്ദേഹം തോറ്റത്. അദ്ദേഹത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്. അദ്ദേഹം മാതൃകാപരമായിട്ട് ആ സീറ്റിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം കോൺഗ്രസ് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പം ഇതുപോലുള്ള ആളുകളാണ് വിമർശനവുമായിട്ട് വന്നിട്ടുള്ളത്. VM സുധീരനെ തിരുത്താൻ വന്നിരിക്കുന്ന ആൾ MM ഹസനാണ്. എത്ര പരിഹാസ്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. സതീശൻ പറയുന്നത് വേറൊരു തരത്തിൽ പ്രസക്തമാണ്. സതീശനും അത് പറയാനുള്ള അധികാരവും ആർജവവും തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സതീശൻ ഈ സർക്കാരിൻ്റെ വഴിവിട്ട പോക്കുകൾക്കെതിരെ പാർട്ടിക്കകത്തും അത്യാവശ്യം പാർട്ടിക്ക് പുറത്തും മാധ്യമങ്ങളിലുമൊക്കെ വിമർശന സ്വരം ഉയർത്തിയ ഒരു നേതാവാണ്. യുവ നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല, ഏതാണ്ട് മധ്യവയസ്സിലെത്തിയ ഒരു നേതാവാണ്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും അതിന് ആപൽ സൂചനകൾ നൽകിയിരുന്നു. ഈ പോക്ക് പോയാൽ തകർന്നു പോകും. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, സോളാർ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, ബാർ കോഴ വന്ന സമയത്ത് പറഞ്ഞിരുന്നു. KM മാണി പിന്നെയും കോടതി വിധികൾക്ക് ശേഷവും കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് തുടരാൻ പറ്റുകയില്ല, രണ്ടാം UPA സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞ ആളാണ് സതീശൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് സതീശൻ ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടും ശക്തമായിട്ട് വിമർശിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. മാത്രമല്ല, ഈ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയെക്കുറിച്ചും വളരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. BD JS-നെ കുറിച്ച് BJPയെക്കുറിച്ചൊക്കെ ഖണ്ഡിതമായ അഭിപ്രായം പ്രകടിപ്പിച്ച ആളാണ് സതീശൻ. പറവൂർ മണ്ഡലത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കൊട്ടിക്കലാശം നടത്തിയത് പറവൂരാണ്. അദ്ദേഹം പറഞ്ഞു എന്ത് കൂടോത്രം നടത്തിയിട്ടാണെങ്കിലും സതീശനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. വെള്ളാപ്പള്ളി അത് പറഞ്ഞതുകൊണ്ടാണ് സതീശൻ അവിടെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചത്. അത് എന്തുകൊണ്ട് സാധിച്ചു? സതീശൻ എന്തുകൊണ്ട് സാധിച്ചു, എന്തുകൊണ്ട് ഹസന് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ
പൂർണ്ണമായ ഒരു ചിത്രം അതിൽ നിന്ന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സതീശന് തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. സതീശൻ്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പാണുള്ളത്. പക്ഷേ ഞാൻ വിനയപൂർവ്വം ഒരു ചോദ്യം നമ്മുടെ സുഹൃത്ത് സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു തലമുറ മാറ്റം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള നേതൃത്വം മാറുന്നു. 70 വയസ്സ് കഴിഞ്ഞ നേതാക്കന്മാരൊക്കെ മാറുന്നു വിചാരിക്കുക. എം ഹസൻ മാറുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതൽക്ക് അങ്ങോട്ടുള്ള ആളുകൾ മാറുന്നു. അങ്ങനെ മാറിയാൽ അവർക്ക് പകരം വയ്ക്കാൻ എത്ര ആൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്? എത്ര യുവ നേതാക്കളെ ഇക്കഴിഞ്ഞ കാലത്തിനിടയിൽ ഇവർ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്? വിരലിലുണ്ടാവുന്ന നേതാക്കൾ പോലും കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റത്തിന് സജ്ജമായിട്ട് നിലവിലില്ല. ഇപ്പോഴുള്ള നേതൃത്വം മാറിയാൽ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടേണ്ടി വരും. കാരണം അതിന് ഭാഗത്തിന് യുവ നേതാക്കൾ കോൺഗ്രസിലില്ല, അടുത്ത തലമുറയിൽ നിന്നുള്ള നേതാക്കളില്ല. കാരണം ഒരു തലമുറയെ ഇവർ വളർത്താൻ മറന്നുപോയി, അല്ലെങ്കിൽ അവരതിന് താല്പര്യം കാണിച്ചില്ല. ഇവരൊക്കെ യുവ നേതാക്കളായിട്ട് വന്നവരാണ്. എം ഹസനാണെങ്കിലും VM സുധീരനാണെങ്കിലും KC ജോസഫ് ആണെങ്കിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും വയലാർ രവി ആണെങ്കിലും ഒക്കെ അഖില കേരള ബാലജന സഖ്യത്തിൽ തുടങ്ങി KSUവിൽ പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിൽ അങ്ങനെ മൂത്ത കോൺഗ്രസിൽ എത്തി നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ രീതിയിൽ ഇവരാരും ഒരു 2ാം തലമുറയെ 3ാം തലമുറയെ വളർത്തിയെടുക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല. പിന്നെ ആരെങ്കിലും വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വെച്ചാൽ ഇവരുടെ പെട്ടി പിടിച്ച് നേതാക്കന്മാരായി വന്നവരാണ്. യൂത്ത് കോൺഗ്രസിലും KSUവിലൊക്കെ ആളുകൾ നേതാക്കന്മാരാവണം എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പെട്ടി പിടിച്ചിട്ടാണ്. പെട്ടി പിടിച്ച് കുറേ നാൾ പുറകെ നടന്ന് കാല് തിരുമ്മി സേവ പിടിച്ച് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടും. അങ്ങനെയാണ് എത്രയോ കൊല്ലങ്ങളായിട്ട് നോമിനേഷനല്ലേ നടന്നിട്ടുള്ളൂ, തെരഞ്ഞെടുപ്പ് നടക്കാറില്ലല്ലോ. KPCCയിൽ പോലും നോമിനേഷനല്ലേ നടക്കുന്നത്. ഏറ്റവും അവസാനം DCC പൂർവ്വ സെക്രട്ടറി ഉണ്ടായത് ഓർക്കുന്നില്ലേ? ഇവിടെ എറണാകുളം DCCയിൽ എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്താണ് പാറക്കടവ് പഞ്ചായത്ത്. പാറക്കടവ് പഞ്ചായത്തിൽ നിന്ന് മാത്രം DCCക്ക് 4 5 8 സെക്രട്ടറിമാരുണ്ട്. ഒന്ന് ആലോചിച്ചു, ഒരു പഞ്ചായത്തിൽ നിന്ന് 4 DCC സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ നിലയിലാണ് 60-70 പേരുള്ള DCCയിൽ ജനറൽ സെക്രട്ടറിമാർ 60 പേരൊക്കെയാണ്. എന്തൊരു ആഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ഒരു സെക്രട്ടറിയേ ഉള്ളൂ. ഇവിടെ DCCക്ക് ഈ 50-60 സെക്രട്ടറിമാരാണ്. റൈറ്റ്. ശ്രീ ജോൺ പി തോമസ്, ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നയ പരിപാടികളിൽ, അതായത് മദ്യനയത്തിൻ്റെ കാര്യത്തിൽ, ഈ സർക്കാരിലെ മന്ത്രിമാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ കാര്യത്തിൽ, ഈ സർക്കാരിൽ ചിലരെങ്കിലും BJPയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള ചില സമീപനങ്ങൾ സ്വീകരിച്ചു എന്ന കാര്യത്തിലെല്ലാം നിലവിലുള്ള നേതൃത്വത്തെ ഒന്നാകെ വിമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് യോഗം നടന്നത്. ഈ വിമർശനങ്ങൾ ഗുണകരമായ ഒരു മാറ്റത്തിന് കോൺഗ്രസിൽ വഴിവെക്കുമോ? ഒരു തലമുറ മാറ്റം വേണം എന്ന VD സതീശൻ്റെ ആവശ്യം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നുണ്ടോ കോൺഗ്രസിൽ? ആദ്യം തന്നെ പറയട്ടെ, ഈ ഗവൺമെൻറ് അല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ക്ഷമിക്കണം, കഴിഞ്ഞ ഗവൺമെൻറ്. ഇവിടെ വന്നേക്കുന്ന ഓക്കെ, രണ്ടുപേരുടെയും മദ്യനയം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങൾക്കെതിരെയും, ഉദാഹരണം ഏറ്റവും അവസാനം സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി എന്നുള്ളൊരു അഭിപ്രായം ഈ കഴിഞ്ഞ ഇന്നും നാളെയുമായി നടന്നു വരുന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ശ്രീ VD സതീശൻ അഭിപ്രായം പറഞ്ഞത് സംഘടനാ സംവിധാനത്തിൽ നേതൃപരമായ ഒരു മാറ്റം, തലമുറ മാറ്റം ആവശ്യമാണ് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം ചർച്ച തുടങ്ങി വെച്ച ആളാണ്. ഇന്നത്തെ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലെ ചർച്ച തുടങ്ങി വെച്ചത് VD സതീശനാണ്. അദ്ദേഹമാണ് ആ അഭിപ്രായം പറഞ്ഞത്. പക്ഷെ തുടർന്ന് വന്ന ശ്രീ MM ഹസൻ, ശ്രീ KC ജോസഫ്, ശ്രീ ബെന്നി ബെഹനാൻ തുടങ്ങിയ നേതാക്കളെല്ലാം, ശ്രീ K സുധാകരൻ എന്നിവരെല്ലാം വ്യക്തമായി പറയുന്നത് ശ്രീ സുധീരൻ തലസ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ്. അതിൻ്റെ ലക്ഷ്യം കോൺഗ്രസിലെ 2 ഗ്രൂപ്പുകളും ഇപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ VM സുധീരൻ്റെ സ്ഥാനത്യാഗമാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഒരുപക്ഷെ നാളുകളിൽ ചർച്ച നീങ്ങുമ്പോൾ ഒരുപക്ഷെ സുധീരനെ അനുകൂലിക്കുന്നവർ മറുവാദവുമായി വന്നേക്കാം. പക്ഷേ ഇന്ന് രാത്രി വരെ ഏകദേശം 7 മണി വരെ നടന്നേക്കുന്ന ചർച്ചകളിൽ പൊതുവായി ഉയർന്നു വരുന്നത് പറയുന്നുണ്ട് 3 നേതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, കുന്തമന തിരിഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ VM സുധീരന് നേരെയാണ്. ശ്രീ VD സതീശൻ 3 നേതാക്കളും മാറണം എന്നുള്ള നിലയിലൊന്നുമല്ല പറയുന്നത്. ഒരു തലമുറ മാറ്റം സംഘടനാ തലത്തിൽ വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സംഘടനാ തലത്തിൽ നേതൃമാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം ആവശ്യപ്പെടുന്നത് സത്യത്തിൽ ചെന്ന് നിൽക്കുന്നത് ആരില്ല? അവിടെ ചെന്ന് നിൽക്കുന്നത് സുധീരനിലാണ്. ശ്രീ K സുധാകരൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സുധീരൻ മാറണം എന്ന്. ശ്രീ ബെന്നി ബെഹനാൻ പറയുന്നു മാറേണ്ടവർ മാറണം, മാറ്റേണ്ടവരെ മാറ്റണം. അദ്ദേഹത്തിൻ്റെ തൃക്കാക്കരമായ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനിടയിൽ അത് പറയുന്നത്. ശ്രീ KC ജോസഫ്, മുൻ മന്ത്രി കൂടിയായ ശ്രീ KC ജോസഫ് ഇതേ ആവശ്യം തന്നെ പറയുന്നു.
ഇതിൻ്റെ എല്ലാം അവർ ടാർഗറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ VM സുധീരനിലേക്കാണ്. സുധീരനെ മാറ്റുക എന്ന ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമാണ് കേരളത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പൊതുവായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. KPC പ്രസിഡന്റിനെ മാറ്റണമെന്നൊരു പൊതുവികാരം വരികയും അത് ഹൈക്കമാൻഡിന് കാണാതിരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ മറ്റു കാര്യങ്ങളാണ്. അത് എത്രത്തോളം സഫലമാകും അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകും, ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം സുധീരനെതിരെ ഇതാദ്യമായിട്ട് പരസ്യമായി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വേദിയിൽ നേതാക്കൾ പേരെടുത്തു തന്നെ പറഞ്ഞ് മാറ്റമാണ്, സുധീരൻ്റെ ഒരു മാറ്റമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1. 2, ഇത് എങ്ങനെ കോൺഗ്രസിൽ ഗുണകരമാകുമോ എന്നുള്ളത്. ഒരു തുറന്ന ചർച്ചയൊക്കെ നല്ലതാണ്, അതിപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചയുടെ ഗതി ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിലെ 2 പ്രധാന ഗ്രൂപ്പുകളും അവർ ലക്ഷ്യമിടുന്നത് സുധീരൻ്റെ തലയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സുധീരൻ്റെ സ്ഥാനത്തിന് വേണ്ടിയാണ്. ഈ ഘട്ടത്തിൽ ഈ തുറന്ന ചർച്ച എത്രത്തോളം ഗുണപരമാകും എന്നുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിനുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ ആശ്രയിച്ചായിരിക്കും. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചില പ്രവർത്തന പരിപാടികൾ, കർമ്മ പരിപാടികളൊക്കെ തയ്യാറാക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മറികടക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും, അകന്നുപോയ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി, വിട്ടുപോയ ഭൂരിപക്ഷ സമുദായത്തെ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികളൊക്കെ തയ്യാറാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ചർച്ചയുടെ പോക്ക് കണ്ടിട്ട്, ആദ്യ ദിവസത്തെ പോക്ക് കണ്ടിട്ട് അത് അത്ര ശുഭകരമാണെന്ന് പറയാനുള്ള ബോധ്യമൊന്നും ഞാൻ വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കളും നിരീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണോ? VM സുധീരനെ മാറ്റാൻ വേണ്ടിയുള്ള ഗ്രൂപ്പുകളുടെ സംയുക്തമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണോ VD സതീശന്റെ തലമുറ മാറ്റം എന്ന ആവശ്യത്തെ താങ്കൾ കാണുന്നത്? സുധീരനെ മാറ്റണമെന്ന് സതീശൻ ആവശ്യപ്പെടുന്നതും വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സുധീരനെയും സതീശനെയും ഒരേ ദിവസമാണ് ഹൈക്കമാൻഡ് ഈ സ്ഥാനത്ത് വെച്ചത്. ഒരു വലിയ പരിധിവരെ അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനുമുണ്ട്. ഇവിടുത്തെ പ്രശ്നം അതല്ല. VM സുധീരൻ വന്നതിന് ശേഷം പാർട്ടിക്ക് ഗുണപരമായൊരു മാറ്റം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളല്ല. കാരണം VM സുധീരനെ പോലെ സുതാര്യമായ അല്ലെങ്കിൽ സംശുദ്ധമായ പ്രതിച്ഛായുള്ള ഒരാൾ KPCCയുടെ നേതൃത്വത്തിൽ വന്ന് വലിയൊരു പരിധിവരെ കോൺഗ്രസിന് ഗുണകരമാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സേവനം വേണ്ട രീതിയിൽ പാർട്ടിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്കറിയാം, ഈ നേതൃത്വം ഒറ്റ ശ്രീമാൻ ഉമ്മൻചാണ്ടി മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെയും കോൺഗ്രസിനെയും മുന്നിൽ നിന്ന് നയിച്ചത്. അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് 3-4 പേർ മാത്രമേ ജയിച്ചുള്ളൂ. മറ്റേ ഗ്രൂപ്പുകാരാണ് കൂടുതൽ ജയിച്ചത്. കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി. അതിന് തിരിച്ചടി ഉണ്ടായതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കുമാണ്. ആർക്കാണ് അറിയാൻ പാടുള്ളത്? എത്ര ആയിരം കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നത്? കോടാനുകോടി രൂപയുടെ അഴിമതി നടക്കുന്നു. അത് സരിതയുടെ പ്രശ്നം ഉണ്ടായിരുന്ന സുധീരനാണോ ഉത്തരവാദി? ഒരിക്കലും അല്ല. സോളാർ അഴിമതി നടത്തിയത് സുധീരനാണോ? അല്ല. ബാർ കോഴ ഇടപാട് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചത് ആരാണ്? കെ ബാബുവിനെ പോലുള്ള കളങ്കിതരായ ആളുകൾക്ക് സീറ്റ് മേടിച്ചു കൊടുത്ത ആരാണ്? ഡൊമിനിക് പ്രസന്റേഷനെ പോലെ ഭൂമിക്ക് ഭാരമായ ആളുകളെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കാൻ പിന്നെയും ശ്രമിച്ചതാരാണ്? അതിനൊക്കെ ആർക്കും ഉത്തരവാദിത്വം? ഉമ്മൻചാണ്ടിക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? അപ്പോൾ പ്രാഥമികമായ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കാണ്. ഈ കൊച്ചി പോലെ ഏത് ശീമക്കൊന്നയുടെ കൊന്നപ്പത്തലിനെ നിർത്തിയാൽ ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഡൊമിനിക് പ്രസന്റേഷൻ നിന്നുകൊണ്ടല്ലേ തോറ്റത്? അവിടെ ആര് നിന്നാലും ജയിക്കേണ്ട സീറ്റാണ്. കാരണം ജനങ്ങൾ വെറുത്ത ഭൂമിക്ക് ഭാരമായ ഒരാളെ അവിടെ കെട്ടിയേൽപ്പിച്ചു. കെ ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച് തോക്കുന്നു. തോറ്റതുകൊണ്ട് ഇയാൾ വലിയ കൈക്കൂലിക്കാരനാണ്. കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിച്ചവണെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിക്കല്ലേ? ആ ഉത്തരവാദിത്വം സുധീറിൻ്റെ മേൽ വെച്ച് ഏൽപ്പിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇവരെ നടത്തിയ അഴിമതിയാണെന്ന് പറഞ്ഞതാണോ കുഴപ്പം? അവർ അഴിമതി നടത്തിയതാണോ കുറ്റം? അഴിമതി നടത്തിയതാണ് കുറ്റം. അഴിമതി നടത്തിയവരാണ് കള്ളന്മാരാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ കല്ല് വലിച്ചെറിഞ്ഞ് അവരെ പുറത്തിറക്കി വിട്ടു. അല്ലാണ്ട് ഇടതുപക്ഷത്തിൻ്റെ മേന്മോണ്ടല്ല ഇടതുപക്ഷം ജയിച്ചത്. പിണറായി വിജയൻ്റെ ധീരമായ നേതൃത്വം കൊണ്ടുമല്ല ജയിച്ചത്. പ്രകടന പത്രിക വായിച്ച് രോമാഞ്ചം പണിഞ്ഞിട്ടും അല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ജനങ്ങൾ വോട്ട് ചെയ്തത് ഈ കള്ളന്മാരെ, ഈ കൊള്ളക്കാരെ അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ LDFനെ ജയിപ്പിച്ചത്. അല്ലാണ്ട് LDFൻ്റെ മേൻബോർഡ് ജയിച്ചു എന്ന് ഒരു LDFകാരനായി ഞാൻ പോലും പറയില്ല. കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടല്ല ജയിച്ചത്. കോൺഗ്രസിൻ്റെ കൊള്ളരായ്മ കണ്ട് വെറുത്തു, മടുത്തു, ബോറടിച്ചു. ഇനി പറ്റില്ല, ഒരു നിമിഷം പോലും ഇയാൾക്ക് തുടരാൻ യാതൊരു അർഹതയുമില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം. പിന്നെ ഉമ്മൻചാണ്ടിക്ക് സ്തുതി പാടിയ കുറേ ആളുകൾ, ഇപ്പോൾ വിമർശിക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞ 5 കൊല്ലം എവിടെയായിരുന്നു? ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുന്നു, കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറയുന്നു. ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ? വിഴിഞ്ഞം പദ്ധതിയിൽ മാത്രം 600 കോടി രൂപയുടെ അഴിമതി നടന്നു ഇല്ലേ? ഗൗതം അദാനിക്ക് വിഴിഞ്ഞം വിൽക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഇവിടെ ആക്ഷേപം ഉണ്ടായോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇതുവരെ പറഞ്ഞോ? ഒരാളും പറഞ്ഞില്ല. കോടാനുകോടി രൂപയുടെ അഴിമതി നടക്കുകയാണ്. ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണ് ഇവർ വിചാരിച്ചത്. അവർ വിചാരിച്ചു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചു, അല്ലെങ്കിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 12 സീറ്റ് കിട്ടി, അതുമല്ലെങ്കിൽ പിറവത്ത് ലിറ്റർ കണക്കിന് അല്ലെങ്കിൽ ടൺ കണക്കിന് മദ്യം ഒഴുക്കിയിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചു.
അങ്ങനെ മദ്യം ഒഴുക്കി എല്ലാ തെരഞ്ഞെടുപ്പും ജയിക്കാമെന്ന് അവർ വിചാരിച്ചു. ഇവിടെ 1-2 ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ അവർ വിചാരിച്ചു ഇനി ലോകം ഞങ്ങളുടെ കാൽക്കീഴിലായി, എത്ര വലിയ തട്ടിപ്പ് നടത്തിയാലും ആളുകൾ ഒന്നും ചെയ്യില്ല, കേരളീയർക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു എന്ന് അവർ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് ജനങ്ങൾ തെളിയിച്ചു. അതല്ല ഇവിടെ ഉണ്ടായത്. റൈറ്റ്. നിജേഷ് അരവിന്ദ്, ഏതായാലും വലിയൊരു മാറ്റം കോൺഗ്രസ് പാർട്ടിക്ക് അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയം. ഇവിടെ മാത്രമല്ല, അങ്ങ് ബംഗാളിലും അസമിലുമെല്ലാം കോൺഗ്രസിന് ഏൽക്കുന്ന പരാജയം BJP പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ BJP ലക്ഷ്യം വയ്ക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മേജർ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ദിഗ്വിജയ് സിംഗിനെയും ശശി തരൂരിനെയൊക്കെ പോലെയുള്ള ദേശീയ നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞു. ഒരു മേജർ ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് അത് ഇങ്ങനെ തുടർന്ന് വരുന്ന നേതൃത്വത്തെ മാറ്റി ഒരു പുതുമുറക്കാർ അവിടേക്ക് വരിക എന്ന ഒരു ആശയത്തിന് ബലം കിട്ടുന്നതല്ലേ? അങ്ങനെ ഒരു പുതു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിന് ആവശ്യമായി വന്നിരിക്കുകയല്ലേ? ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാത്തിൻ്റെയും അവസാനവും എന്തിൻ്റെയൊക്കെയോ തുടക്കവുമാണ് എന്ന രീതിയിലുള്ള ചർച്ച എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, അതൊരു യാഥാർത്ഥ്യമാണ്. ആ പരാജയത്തെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു തലമുറ മാറ്റം വേണം എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലുള്ള ആളുകൾ അവസാനിച്ച് പുതിയ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആളുകൾ കയറി വരണം എന്നൊരു ചർച്ചയല്ല. പിന്നെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ ഇന്നത്തെ ലീഡർഷിപ്പ് കഴിഞ്ഞാൽ പ്രളയമാണ് എന്നൊരു ചിന്താഗതിയുള്ള കോൺഗ്രസ്സുകാരനല്ല ഞാൻ. ഞങ്ങൾക്ക് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മത്സരിച്ച് ജയിച്ച അത് 22 പേരെന്നുള്ളത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഒരാളുടെയും പെട്ടിപിടിച്ചുകൊണ്ടല്ല എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ജയശങ്കർ ജയിച്ചു കയറിയ ആളുകൾ. ശ്രീ VT ബൽറാമിനെ പോലെയും ഷാഫി പറമ്പിലിനെ പോലെയും റോജിയെ പോലെയുമുള്ള ആളുകൾ ആരുടെയും പെട്ടിപിടിച്ചുകൊണ്ട് നേതൃത്വത്തിൽ കടന്നു വന്ന ആളുകളല്ല. ഇന്നലകളിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് അതുതന്നെയാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസിന് അങ്ങനെയൊന്നുമില്ല. ഇടക്കാലത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തടസ്സപ്പെട്ടു പോയിട്ടുണ്ട്, സംശയമില്ല. 80കളുടെ അവസാനത്തിൽ മുതൽ 90കളുടെ ആദ്യം വരെ കോൺഗ്രസിൽ ഒരു നിശ്ചലാവസ്ഥ വന്നു. അവർ ഒരു 25 വർഷം കഴിഞ്ഞ് അവർ ലീഡർഷിപ്പിൽ വരേണ്ട സമയത്ത് കോൺഗ്രസിൽ ആവശ്യമായ ലീഡർഷിപ്പ് ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ ഒരു ചർച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ 4 പേർ വിമർശിച്ച് സംസാരിക്കുമ്പോഴേക്കും പ്രസിഡന്റ് മാറലാണ് അതിന്റെ പരിഹാരമെന്നോ പ്രസിഡന്റ് മാറുന്നത് കൊണ്ട് കോൺഗ്രസിൽ മാറ്റമുണ്ടായി എന്നൊരു ചർച്ചയല്ല. നയങ്ങളിൽ നിലപാടുകളിൽ എവിടെയെങ്കിലും പാളിച്ച വന്നിട്ടുണ്ട് എങ്കിൽ തിരുത്താനുള്ള അവസരമാണ്. നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട സമയത്ത് വഹിച്ചിട്ടില്ല എങ്കിൽ തിരുത്തേണ്ട സമയമാണ്. 10 വർഷക്കാലം ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിലാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടന്നു വന്നത്. 2004 തെരഞ്ഞെടുപ്പ് നമ്മൾക്കറിയാം, കോൺഗ്രസ് ഒന്നുമില്ലായിരുന്നു. 2005 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു പോയി. പക്ഷെ ഞങ്ങൾ കയറി വന്നു, സാവകാശം കയറി വന്നു. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ് ശ്രീ VM സുധീരൻ പ്രസിഡന്റായി വന്നത്. അതിനുശേഷം 6 മാസം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വന്നു, വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് ഉത്തരവാദി എന്ന രീതിയിലേക്കുള്ള ചർച്ച ശരിയല്ല. 2 മാറ്റങ്ങൾ കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസിലെ മാറ്റങ്ങളെ പറ്റി പറയുന്നത് തെറ്റായ ഒരു കാര്യവുമല്ല. കോൺഗ്രസ് ശ്രീ AK ആന്റണി ഇന്ന് യോഗത്തിലിരിക്കുന്നത് ഞാൻ വിഷ്വൽസിൽ കാണുക. അദ്ദേഹം അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച പാരമ്പര്യവുമായിട്ടാണ് നിൽക്കുന്നത്. അദ്ദേഹം വിമർശനത്തിന് അതീതനാണ് എന്ന ചിന്ത ഇന്നും അദ്ദേഹത്തിനില്ല. നയപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം മൊത്തം ന്യൂനപക്ഷം മൊത്തം അകന്നു കോൺഗ്രസ് തോറ്റു എന്നൊരു വിശ്വാസക്കാരുമല്ല ഞങ്ങൾ. തെരഞ്ഞെടുപ്പിൽ പാളിച്ചു വന്നിട്ടുണ്ട്, എന്നാൽ വിജയിച്ച മണ്ഡലങ്ങളുണ്ട്, കൃത്യമായി വിജയിച്ച മണ്ഡലങ്ങളുണ്ട്. VD സതീശൻ ഏകദേശം 20,000-അടുത്ത് വോട്ടിനാണ് വിജയിച്ചത്. എറണാകുളം ജില്ലയിൽ വലിയ പാളിച്ച കോൺഗ്രസിനെ സംബന്ധിച്ച് പറ്റിയിട്ടില്ല, എന്നാൽ പാളിച്ച വന്നിട്ടുണ്ട്. നിയമം തെരഞ്ഞെടുപ്പ്, നേരത്തെ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ച നിയമം കോൺഗ്രസ് മത്സരിക്കേണ്ടി, ഞാൻ ശ്രീ V.S. സുരേന്ദ്രപിള്ളയെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, കോൺഗ്രസിലെ രാജഗോപാലിനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് അവിടെയുള്ള ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖം ഞാൻ മത്സരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോരാട്ടം ഉണ്ടാക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യും, അല്ലാതെ ഇത് അവസാനമാണ് എന്ന രീതിയിലില്ല. പിന്നെ ശസ്ത്രക്രിയ സ്വാഭാവികമാണ്, രോഗം വന്നാൽ പല രീതിയിലുള്ള ചികിത്സ. ശ്രീ സുരേന്ദ്രൻപിള്ള, ഈ ഘട്ടത്തിൽ ശസ്ത്രക്രിയ സുരേന്ദ്രൻപിള്ള, ഇന്ന് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്നാണ് BJPയുടെ വളർച്ച തടയിടാൻ വേണ്ടി ഒന്നും തന്നെ കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. താങ്കൾ മത്സരിച്ച നേമത്ത് പോലും ഇപ്പോൾ പ്രമുഖമായ ഒരു മുഖമുണ്ടായിരുന്നുവെങ്കിൽ നേമത്തെ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു എന്നെല്ലാം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? 2, BJPക്കും അതിൻ്റെ BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കും ഉണ്ടായിട്ട് ഒരു വലിയ വിജയത്തിന്, അതായത് ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ ഒന്നാകെ ഇടതുപക്ഷത്തേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയതും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ അവകാശ സംരക്ഷണത്തിന് കോൺഗ്രസ് ഉണ്ടാകും എന്നൊരു തോന്നൽ
ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടതും കോൺഗ്രസിൻ്റെ വീഴ്ചയല്ലേ? അല്ല, ഞങ്ങളുടെ പാർട്ടി JDU എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേമത്ത് കോൺഗ്രസ് മത്സരിക്കണം എന്ന് ആദ്യമേ നിലപാടെടുത്ത ഒരു പാർട്ടിയാണ്. ആ നിയമം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് കോവളം പകരം JDUവിന് നൽകണമെന്ന് നിലപാടെടുത്ത പാർട്ടിയാണ്. കോവളം അല്ലെങ്കിൽ വാമനപുരം, അല്ലെങ്കിൽ വാമനപുരം, ഇത് രണ്ടിലേതെങ്കിലും കൊടുക്കണമെന്ന് നിലപാടെടുത്ത പാർട്ടിയാണ്. ഈ നേമത്ത് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, എനിക്ക് വളരെ തമാശയായിട്ട് തോന്നുന്നു. നേമത്ത് ജനിച്ച് വളർന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മന്ത്രി വരെ എത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ നിയമം കളഞ്ഞിട്ടാണ് ചടയമംഗലത്തും അവിടെ ഇവിടെയൊക്കെ പോയെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നിയമം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടി അവിടെ വലിയ ഒരു ഫൈറ്റ് പുട്ടപ്പ് ചെയ്യേണ്ട സ്ഥലമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ഞങ്ങളത് ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ വാമനപുരമോ കോവളമോ മാറ്റി നൽകണമെന്ന് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞ് ഏറ്റവും അവസാനമാണ് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് ശ്രീ MP വീരേന്ദ്രകുമാർ എന്നോട് നിർദ്ദേശിക്കുന്നത് അവിടെ ഒരു മത്സരം നടത്തണം, മത്സരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവിടെ മത്സരിക്കേണ്ട സാഹചര്യം വന്നത്. അതല്ലാതെ ഞാൻ മത്സരരംഗത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നയാളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ഞാനിവിടെ പത്രസമ്മേളനം നടത്തിയ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കത്തില്ല എന്ന്. പക്ഷെ ഒരു നിവൃത്തിയിലും നിയമം JDU മത്സരിക്കണം എന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയതുകൊണ്ടാണ് അങ്ങനെ ഒരു മത്സരം. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ആ കുറവുകൾ മനസ്സിലാക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ട് പോയല്ലോ. ഇപ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനം പിന്നെ എവിടെയാണ്? UDF സംവിധാനത്തിൽ മറ്റൊരാൾ അവിടെ മത്സരിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് പോകും എന്ന് അത് വലിയ ഒരു പ്രയാസമാണ് ആ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നേമത്ത്. തീർച്ചയായിട്ടും ഈ ചർച്ചയിലൂടെയെങ്കിലും അതിന് പരിഹാരം കോൺഗ്രസ് പാർട്ടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ വീഴ്ചയുണ്ടായാൽ അത് പരിശോധിച്ച് അതിന് നടപടിയെടുക്കേണ്ട പാർട്ടിയാണ്. ആ നടപടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. നടപടി എടുക്കണം. ഇനി നാളെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതല്ല പൊതുരംഗത്ത് കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം ഉണ്ടാകുമോ? ചർച്ച തുടരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോൺ പി തോമസ്, താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ആരോപണങ്ങളും ഈ വിമർശനങ്ങളുമെല്ലാം ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് VM സുധീരൻ്റെ സ്ഥാനത്യാഗത്തിലേക്കാണ് എന്ന്. ഇന്ന് നടന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ, അതായത് മദ്യനയം, അഴിമതി ആരോപണങ്ങൾ, അതുപോലെ തന്നെ BJPയുടെ വളർച്ചയെ തടയിടാൻ കഴിയാത്ത അല്ലെങ്കിൽ BJPയുടെ വളർച്ചയ്ക്ക് സാധ്യമായ സാഹചര്യം ഒരുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് റോളാണ് VM സുധീരനുള്ളത്? ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും അല്ലേ കൂടുതലായും ഈ ആരോപണങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും ആരോപണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ചർച്ചയിൽ യാഥാർത്ഥ്യങ്ങളിലേക്കല്ല, ചർച്ചയുടെ ഗതികളാണ് ഞാൻ പറയുന്നത്. ചർച്ചയിലുണ്ടായിരിക്കുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ് ഈ പരാജയത്തിനെല്ലാം കാരണക്കാരൻ ശ്രീ VM സുധീരനാണ് എന്ന് വരുത്തുകയോ അങ്ങനെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 പേർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് പൊതുവേ ഒരു സംസാരം അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും ശ്രീ VM സുധീരൻ വേണ്ട വിധത്തിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന നിലയിൽ നിലപാടുകൾ എടുത്തു എന്നൊരു ആക്ഷേപമാണ് പൊതുവെ അവിടെ ഉന്നയിക്കുന്നത്. ഒന്നാമത് അദ്ദേഹം എടുത്ത നിലപാട് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അവരൊരുപക്ഷെ ഉന്നം വെക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഒന്ന് ചൂണ്ടിക്കാണിച്ച ഇന്നത്തെ ചർച്ചയിലുണ്ടായ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടുകൾ ചിലതൊക്കെ വളരെ തെറ്റായിരുന്നു. ഒരുപക്ഷെ അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവസാന കാലത്തുണ്ടായ വിവാദപരമായ ഉത്തരവുകൾ തിരുത്തണമെന്ന സുധീരൻ്റെ നിലപാടായിരിക്കാം. മറ്റൊന്ന്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുണ്ടായിരുന്ന ചർച്ചയിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ ആ ഗ്രേസ് നഷ്ടപ്പെടുത്തി എന്നൊരു നിലപാടാണ് പറയുന്നത്. പാർട്ടിയെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥനായ KPC പ്രസിഡന്റ് അതിന് ശ്രമിക്കാതെ മറുപക്ഷത്തിന് ഊർജം പകരുന്ന നിലപാടുകൾ സ്വീകരിച്ചു എന്നൊരു ആരോപണമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ചില മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനാ തലത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാരണം ചൂണ്ടിക്കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് UDFന് ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല.
എന്നും കൂടെ നിന്നിട്ടുള്ള ന്യൂനപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനും കഴിഞ്ഞില്ല. ഈ 2 വോട്ടുകളും കിട്ടുന്നതിൽ, അല്ലെങ്കിൽ ഈ 2 വിഭാഗത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് വീഴ്ച സംഭവിച്ചു. ഇതിന് ആവശ്യമായ തന്ത്രങ്ങൾ മെനയാൻ കഴിഞ്ഞില്ല. ശ്രീ VM സുധീരൻ ചില ഘട്ടങ്ങളിൽ ചില പ്രസ്താവനകൾ നടത്തിയെങ്കിലും, അത് BJPക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ നടത്തിയെങ്കിലും, അദ്ദേഹത്തിൻ്റെ പരമ്പരാഗതമായ വെള്ളാപ്പള്ളി നടേശനോടുള്ള വിരോധമാണ് അതിൽ മാത്രം അടങ്ങിയിരിക്കുന്നത് എന്നൊരു ധാരണയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് ആണ് ഇന്നിപ്പോൾ ചില നേതാക്കൾ അവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭരണത്തിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില വിമർശനങ്ങൾ, അത് ഒരുപക്ഷെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ക്രിയാത്മക വിമർശനമായിരിക്കാം. പക്ഷേ നേതാക്കൾ, ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾ അദ്ദേഹത്തെയാണ് ഉന്നം വെക്കുന്നതെന്ന് ചർച്ചയുടെ ഗതി കാണുമ്പോൾ നമുക്ക് തോന്നും. നമുക്ക് വ്യക്തമാണ് ആ കാര്യം. ആദ്യമായിട്ടാണ് ശ്രീ VM സുധീരൻ KPC അധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിൻ്റെ ഫോറത്തിൽ ഔദ്യോഗികമായിട്ട് പ്രമുഖ നേതാക്കൾ, അത് നിസ്സാരക്കാരുമല്ല, ജൂനിയറായിട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു MLAയോ അല്ലെങ്കിൽ KPC എക്സിക്യൂട്ടീവ് അംഗമോ അല്ല, തഴക്കവും പഴക്കവുമുള്ള കോൺഗ്രസിൻ്റെ, നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ അവർക്കൊക്കെ ചില വീഴ്ചകൾ ഉണ്ടായിരിക്കാം, എങ്കിലും ഫ്രണ്ട് റോയിലുള്ള നേതാക്കൾ തന്നെയാണ്. അവർ തന്നെയാണ് പറയുന്നത് സുധീരൻ ഒഴിയണം. അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നു. ചിലർ പേരെടുത്ത് പറയാതെ ഇൻഡയറക്റ്റായിട്ട് പറയുന്നു ഒരു തലമുറ മാറ്റം വേണം. ശ്രീ K സുധാകരനെ പോലുള്ളവർ പേരെടുത്ത് തന്നെ പറയുന്നു സുധീരൻ ഒഴിയണം. ഇത് പറയുന്നത് വ്യക്തമായ ഒരു സന്ദേശം ഹൈക്കമാൻഡിലേക്ക് നൽകുകയാണ്. ശ്രീ സുധീരനെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അദ്ദേഹത്തെ KPC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത് ശ്രീ എത്രയും പെട്ടെന്ന് ശ്രീ സുധീരൻ ഉൾപ്പെടെയുള്ള KPCയെ പൂർണ്ണമായി ഇവിടുത്തെ ഭാരവാഹികളെല്ലാം മാറ്റിയിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ പോലും ഇവിടെ നേതാക്കൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരെടുത്ത നിലപാട് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ചർച്ചകളുടെ ഗതി പോകുന്നത് ശ്രീ സുധീരനെ ഉന്നമിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ സുരേന്ദ്രൻപിള്ള, ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾ നേടിയെടുക്കുന്നതിൽ ഉണ്ടായ പരാജയം, BJPയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കൽ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ശരിയായ ഉത്തരവാദികൾ ഇവിടെ മാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടില്ലായ്മയും നട്ടലില്ലായ്മയും അതിന് കാരണമായിട്ടുണ്ട് എന്ന വിമർശനം ഇന്ന് ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ബീഫ് വിവാദം ഉണ്ടായപ്പോൾ ഒരു സമരം നടത്താൻ പോലും ത്രാണയില്ലാത്ത കേന്ദ്ര നേതൃത്വമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത് എന്നാണ്. ഇത് ഏതളവിൽ ശരിയാണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? അല്ല, അതെല്ലാം ഒരു പരിധി വരെ ഈ മതന്യൂനപക്ഷങ്ങൾ അവരുടെ ആശ്രയം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ്. രണ്ടാമത് മാത്രമേ അവർ മറ്റൊരു മുന്നണിയോ മറ്റൊരു കക്ഷിയോ അവർ ആശ്രയിക്കത്തുള്ളൂ. പരമ്പരാഗതമായിട്ട് മതന്യൂനപക്ഷങ്ങൾ ആശ്രയിച്ചു വന്നിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ. പക്ഷേ കോൺഗ്രസ് പാർട്ടി പല ഘട്ടത്തിലും എടുത്ത നിലപാടുകൾ അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പര്യാപ്തമായിരുന്നോ എന്ന സന്ദേശം അല്ലെങ്കിൽ സന്ദേഹം എന്നുള്ള സംശയം അവർ വളരെയധികം വർദ്ധിച്ചു. എന്നാൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രീ AK ആൻ്റണി പല അവസരത്തിലും AK ആൻ്റണിയുടെ ഇടപെടൽ ആ കാര്യങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ മറന്നു പോകരുത്. AK ആൻ്റണി പക്വതയുള്ള ഒരു അല്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് മറുപടി പറയാനും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കാനും കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനത് ഗ്രൗണ്ട് റിയാലിറ്റി ബോധ്യപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ നടപടികൾ AK ആൻ്റണി സ്വീകരിച്ചു. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടിയേക്കാൾ ഞങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷമാണ് എന്നുള്ള ഒരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കയറിപ്പോയി. അതാണല്ലോ. ഒരു മിനിറ്റ്, അതിനകത്ത് വന്നേക്കുന്ന ഒരു കാര്യം, ഇന്ന് കോൺഗ്രസിൻ്റെ നിർവാഹക സമിതി തന്നെ ഈ വിഷയം വന്നു. അവിടെ ഒരു നേതാവ് പറയുന്നുണ്ട്, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷക പാർട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങളെ അത് പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് അത് വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രചരണ തന്ത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തന്ത്രത്തെ മറികടക്കാനോ അല്ലെങ്കിൽ BJPയുടെ തന്ത്രത്തെ മറികടക്കാനോ ഉള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഇവിടെ നേതൃത്വത്തിന് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അത് അതിനകത്ത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞാൽ
ശ്രീ MP വീരേന്ദ്രകുമാർ കഴിഞ്ഞ ദിവസം JDUവിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായത്തിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് കൂടെയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാൻ തിരിച്ചു ജയശങ്കർ, ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ സൂക്ഷ്മമായി അത് വിശകലനം ചെയ്യുമ്പോൾ ഈ പറയുന്ന തരത്തിൽ ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകളെ സമാഹരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനുണ്ടായ വീഴ്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? അതിന് താങ്കൾ കാണുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഇവിടെ ന്യൂനപക്ഷ വോട്ടും ഭൂരിപക്ഷ വോട്ടും ഒരു മുന്നണിക്ക് ഒരു പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നാട്ടുകാർ മൊത്തം എതിരായി എന്നുള്ളതല്ലേ? ഇവിടെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരമാണ്, കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ടുള്ള വികാരമാണ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള വികാരമാണ്. അത് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് തുല്യമല്ലേ? റേഷൻ കടയിൽ ചെന്ന് അരി ചോദിക്കുമ്പോൾ അരി ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓണത്തിനും പെരുന്നാളിനും ക്രിസ്മസിനും ഒരുപോലെ സാധനങ്ങളുടെ വില കയറ്റുവാടത്തിന് തീ കൊടുത്ത പോലെ കുതിച്ച് കയറുമ്പോൾ ആളുകൾ ജാതി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക. അല്ല, വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള വികാരം ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് തുല്യ നിലയിലാണ്. എല്ലാവരും സർക്കാരിനെ വെറുത്തേണ്ട ഒരു കാരണം വിലക്കയറ്റമാണ്, അഴിമതിയാണ്. കോടാനുകോടി രൂപയുടെ അഴിമതി നടക്കുമ്പോൾ അതിൽ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ആളുകൾ വോട്ട് ചെയ്യുക. ഇല്ല, ഈ അഴിമതിക്കാരെ ആദ്യം തന്നെ ചവിട്ടി പുറത്താക്കണമെന്ന വികാരമായിരിക്കും ഉണ്ടാകുക. വിഴിഞ്ഞം പദ്ധതിയിൽ 600 കോടിയുടെ അഴിമതി നടത്തുമെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഹിന്ദു മുസ്ലിം അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുക. മലപ്പുറം ജില്ലയിൽ പോട്ടെ, കോൺഗ്രസ് പോട്ടെ, മുസ്ലിം ലീഗിൻ്റെ കോട്ട കോത്തളമായ മലപ്പുറം ജില്ലയിൽ 4% വോട്ട് കുറഞ്ഞില്ല UDFന്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലൊരു നേതാവ് മലന്തടിച്ച് വീണില്ലേ താനൂർ മണ്ഡലം ഉണ്ടായ പിന്നെ എന്തെങ്കിലും തോറ്റിട്ടുണ്ടോ മുസ്ലിം ലീഗ്? CH മുഹമ്മദ് കോയ മുതൽക്ക് കുട്ടി അഹമ്മദ് കുട്ടി വരെ നിന്ന് ജയിച്ച സ്ഥലമല്ലേ താനൂർ. ആ താനൂർ എങ്ങനെ തോറ്റത്? അത് കോൺഗ്രസിൻ്റെ കൊള്ളതായ കൊണ്ടാണോ? അല്ല, ജനങ്ങൾക്ക് വെറുത്തുപോയി. മുസ്ലിങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും വെറുത്തു. അത്രയും ദുർഭരണമായിരുന്നു. അന്നൊന്നും ഈ കോൺഗ്രസിലെ ദുശാസനന്മാരും ദുര്യോധനന്മാരും ഒന്നും കണ്ടില്ല. അവരൊക്കെ ധൃതരാഷ്ട്രനെ പോലെ കണ്ടുകെട്ടിയിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു ഉമ്മൻചാണ്ടി മഹാനാണ്, ഉമ്മൻചാണ്ടിയുടെ മഹത്വം കൊണ്ടും മനോരമയുടെ പിന്തുണ കൊണ്ടും മലങ്കര സഭയുടെ അനുഗ്രഹം കൊണ്ടും നമ്മൾ ജയിച്ചു വരും എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മലങ്കര മെത്രാപ്പോലീത്ത പോലും ഉമ്മൻചാണ്ടിയെ വെറുത്തു, ഇയാളുടെ ഭരണം വേണ്ട എന്ന് പറഞ്ഞു. അതല്ലേ സംഭവിച്ചത്? അതല്ലേ ആറന്മുളയിൽ വീണ ജോർജ് എന്ന് ജയിച്ചത്? ഓർത്തഡോക്സ് സഭയുടെ വോട്ട് പോലും LDFിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാർത്തോമ സഭ, ഓർത്തഡോക്സ് സഭ, പെന്തിക്കോസ് സഭ എല്ലാവരും കുരിശു വരച്ചുകൊണ്ട് LDFകാർക്ക് വോട്ട് ചെയ്തു. അതല്ലേ ആറന്മുളയിൽ, റാന്നിയിൽ എങ്ങനെയാണ് ജയിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിലെ റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടാക്കട പോയത്, ആ വോട്ട് കൃത്യമായിട്ട് LDFന് പോയി. അതല്ലേ സംഭവിച്ചത്? ഇപ്പോൾ തീരപ്രദേശത്ത് നാടാർ ക്രിസ്ത്യാനികളുടെ, സുരേന്ദ്രപിള്ളയ്ക്ക് അറിയാമല്ലോ, നാടാർ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ആരാണ് ജയിച്ചത്? നാടാർ ഭൂരിപക്ഷമുള്ള പാറശാല മണ്ഡലത്തിൽ BJP 30,000-ഓളം വോട്ട് പിടിക്കുന്നു. എന്നിട്ടും CPMൻ്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കുന്നു. അദ്ദേഹം നായർ സമുദായ അംഗമാണ്. ക്രിസ്ത്യൻ നാടാർമാരെ കുരിശ് വരച്ചുകൊണ്ട് LDFന് വോട്ട് ചെയ്തു. അത് തന്നെ സംഭവിക്കുന്നു. നമ്മുടെ ശക്തൻ മത്സരിച്ച, കണ്ണ് കാണാൻ പാടില്ലാത്ത, കുനിയാൻ പാടില്ലാത്ത, അതുകൊണ്ട് ചെരുപ്പ് വേറെ ആളെ കൊണ്ട് അടുപ്പിക്കുന്ന സ്പീക്കർ ശക്തൻ നാടാർ മത്സരിച്ച സീറ്റിൽ എന്താ സംഭവിച്ച? കാട്ടാക്കടയിൽ അവിടെ BJP വളരെയധികം വോട്ട് പിടിക്കുന്നു. കൃഷ്ണദാസാണ് സ്ഥാനാർത്ഥി, 40,000-ഓളം വോട്ട് പിടിക്കുന്നു. എന്നിട്ടും ജയിക്കുന്നത് ആരാണ്? LDF സ്ഥാനാർത്ഥിയാണ്. എവിടെ പോയി ക്രിസ്ത്യൻ വോട്ട്? എവിടെ പോയി? ക്രിസ്ത്യൻ വോട്ട് കൃത്യമായിട്ട് LDFന് പോയി, നായർ വോട്ട് BJPക്ക് പോയി. അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് എവിടെ പോയി? ക്ലിയർ അല്ലേ? ദൂരക്കൊന്നും നെയ്യാറ്റിൻകരയിലെ റിസൾട്ട് നോക്കൂ, എന്താ സംഭവിച്ചത്? ഇതൊക്കെ വ്യക്തമല്ലേ? ക്രിസ്ത്യൻ വോട്ട് കൃത്യമായിട്ട് LDFന് പോയി, മുസ്ലിം വോട്ട് പോയി, ഹിന്ദു വോട്ട് പോയി. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരാൾക്ക് വോട്ട് ചെയ്തു ജാതി അടിസ്ഥാനത്തിലുള്ള അല്ല, ദുർഭരണത്തിനെതിരായിട്ടുള്ള നിജേഷ് അരവിന്ദ്, ഇന്ന് ഈ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഉണ്ടായിട്ടുള്ള വികാരം സംസ്ഥാന നേതൃത്വത്തിന്, അത് ഇനിയിപ്പോൾ VM സുധീരൻ ലക്ഷ്യം വെച്ചാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, സംസ്ഥാന നേതൃത്വത്തിൽ മേലുള്ള അവിശ്വാസം മാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തിലുള്ള അവിശ്വാസവും അതിൽ ആ വിമർശനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് സജ്ജമാവുക? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ തകർന്നടിഞ്ഞ് എല്ലാവരും കോൺഗ്രസിന് വിട്ടുപോയി എന്നുള്ള ഒരു കാഴ്ചപ്പാടിനോട് ഞാൻ യോജിക്കുന്നില്ല. ഉദുമയിൽ കേവലം 3000 വോട്ടുകൾക്ക് കെ സുധാകരൻ പരാജയപ്പെട്ടു, യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ LDFന് വലിയ ഭൂരിപക്ഷം. കണ്ണൂർ സീറ്റിൽ 1000 ചില്ലാനം വോട്ടുകൾക്ക് മാത്രമാണ് ശ്രീ സതീശൻ പാച്ചന് പരാജയപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നമ്മൾ ഈ തവണ തിരിച്ചുപിടിച്ചാൽ പിടിച്ചെടുത്തു. CPMൻ്റെ ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ മത്സരിച്ച പേരാമ്പ്രയിൽ കേവലം 5000 വോട്ടുകൾ മാത്രമാണ് ഭൂരിപക്ഷം കിട്ടിയത്. നാദാപുരത്ത് 5000 വോട്ടിന് മാത്രമാണ് ശ്രീ പ്രവീൺകുമാർ പരാജയപ്പെട്ടത്. മലപ്പുറത്ത് നിലമ്പൂരിൽ പരാജയപ്പെട്ടു, അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് വ്യക്തിപരമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനം തിരിഞ്ഞു നിന്നു. എറണാകുളത്ത് 2 സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു, 2 സീറ്റ് നമ്മൾ തിരിച്ചു പിടിച്ചു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് നിങ്ങൾ മൊത്തം പോയി എന്ന് പറയുമ്പോൾ കോളം നമ്മൾ തിരിച്ചു. ശ്രീ വിൻസെന്റ് അവിടെ ജയിച്ചു കയറിയില്ലേ? എങ്ങനെയാണ് കോൺഗ്രസ് തിരിച്ചു വരാൻ പോകുന്നത്? ആരുടെ നേതൃത്വത്തിൽ?
എവിടെയാണ് കോൺഗ്രസിന് പിഴവ് സംബന്ധിച്ചത് എന്ന് കൃത്യമായി പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നിലപാടുകളിൽ പ്രയാസം വന്നിട്ടുണ്ട് എങ്കിൽ കോൺഗ്രസ് ഇന്നലകളിൽ എടുത്ത ഏത് വിഷയമായി കഴിഞ്ഞാലും നീരജ് പറയൂ. കോൺഗ്രസ് ഇന്നലകളിൽ എടുത്ത ഏതെങ്കിലും, ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ഭരണരംഗത്ത് കോൺഗ്രസിന് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ ജനം പറഞ്ഞു, നാളെ അത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മാറ്റം വരുത്താൻ കോൺഗ്രസ് തയ്യാറാണ്. കോൺഗ്രസ് മാത്രമേ, എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരൻ എന്ന് ഒരിക്കൽ ആവർത്തിച്ച ശ്രീ ജയശങ്കറിനോട് പറയുന്നത്, കോൺഗ്രസ് മാത്രമേ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ മൂടി വെച്ചതാണ്. സുരേഷ് കൽമാടി ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിലിടാൻ ധൈര്യം കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. നാളെ കോൺഗ്രസ് കേരള ഭരണത്തിൽ കോൺഗ്രസ് അഴിമതി കാണിച്ചു എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവരെയും മാറ്റി നിർത്താനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കും. ഇനിയല്ല, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷം മാറി, ഭൂരിപക്ഷം മാറി, അതുകൊണ്ട് മാറി എന്നുള്ള ഒരു കാഴ്ചപ്പാടോ ഒരു വിശ്വാസമോ കോൺഗ്രസിനില്ല. നിലപാടെടുത്ത ആളുകൾ, പൊതുരംഗത്ത് കൃത്യമായ നിലപാട് ഉയർത്തിപ്പിടിച്ച ആളുകൾ, പാർട്ടിയുടെ ഭാവി പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തിലുള്ള കരട് നയരേഖ നാളെ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ ജയശങ്കർ, ശ്രീ നിജേഷ് അരവിന്ദ്, ശ്രീ വി സുരേന്ദ്രൻ പിള്ള, ശ്രീ ജോൺ പി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി വിനോദ പരിപാടി MAT മൂസ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.